അവരെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരു തള്ളയുടെ സംസ്കാരമില്ലാത്ത, പോട്ടെ സംസ്കാരം നമുക്ക് പൈസ എടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു ചെറ്റവർത്താനം കണ്ടപ്പോ എനിക്ക് തോന്നി എന്നൊരു വീഡിയോ ഇടണം. അതായത് നമ്മളെ ദയാസുജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി, അഞ്ചു പിള്ളയുടെ മോളെന്ന് ഞാൻ പറയുന്നില്ല, ഷീ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഹെർസെൽഫ്. സോ ദയാസുജിത്ത് എന്നോ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ്. ഈ തള്ള എപ്പോഴാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച് ആണോ അതോ കുത്തിക്കട്ടാണ്? ഒരു മനുഷ്യൻ ആരെയും ഫിസിക്കലി മെന്റലി ഉപദ്രവിക്കാതെ അവരുടെ പേഴ്സണൽ ചോയ്സ്, അതായത് അവരിടുന്ന ഡ്രസ് ആവാം, അവരുടെ ഫുഡ് ആവാം, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ദൈവമാകാം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, അവരുടെ സെക്ഷുവാലിറ്റി ആവാം, ഇതൊക്കെ ഇത് നിങ്ങളെ മാനസികമായി അലട്ടുന്നുണ്ടെങ്കിൽ, അതായത് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരാളുടെ പേഴ്സണൽ ചോയ്സ് നിങ്ങളെ മാനസികമായി അലട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുത്തിക്കട്ടാണ്, നിങ്ങളുടെ മാത്രം ചോർച്ചിലാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ബിക്കോസ് ഈ ഷെഫീന തള്ളന്റെ വീഡിയോനെക്കാളും മോശമാണ് അവരുടെ കമന്റ് ബോക്സ്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കാൻ നമുക്ക് തോന്നും. സംസ്കാരം കൾച്ചർ എന്നൊക്കെ ഇടക്കിടയ്ക്ക് തള്ള വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്രയും സംസ്കാരമില്ലാത്ത വൃത്തികെട്ട വാക്കുകളാണ് ഈ തള്ള ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള പെർവെർട്ട് ഞരമ്പന്മാരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. ഇത്രക്കും വൃത്തികെട്ട വാക്കുകളാണ് സംസ്കാര സമ്പന്നയായി ഇട്ടാത്ത പറയുന്നത്. ഞാനും ഒരു അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്. തമ്പുരാനറിയാം ഈ സ്വഭാവം കണ്ടൊക്കെ ഏതെങ്കിലും മക്കൾ ഇവരെ കൂടെ നിൽക്കുമോ? ഗൈസ്, യു ഹാവ് ടു താങ്ക് ഗോഡ് ഇനഫ് ദാറ്റ് നിങ്ങൾ അവരെ മകളായി പറഞ്ഞില്ലല്ലോ. പിന്നെ ഷെഫീനത്താന്റെ അഭിപ്രായ പ്രകാരം ദയാസുജിത്തിന്റെ പോലെയുള്ള ഇങ്ങനത്തെ ഫോട്ടോസ് കണ്ടിട്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകളൊക്കെ ബസ്സിലൊക്കെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്കൊക്കെ നേരെ അതിക്രമങ്ങൾ നടക്കുന്നത്. അതിക്രമം ചെയ്യുന്നവരൊക്കെ പാവങ്ങള്, നിഷ്കു. അവരിങ്ങനത്തെ ഫോട്ടോസ് കണ്ടിട്ടാണ് അവർ വഴി തെറ്റുന്നത് കേട്ടോ. അത് ബാക്കിയുള്ള പുറം രാജ്യങ്ങളിലൊക്കെ ഷോർട്ട് ഡ്രസ് ഇട്ടുണ്ട്, ഭയങ്കര കോമൺ ആണ്. അവിടെ ഒന്നും ഇങ്ങനത്തെ നിരമ്പന്മാരില്ലല്ലോ. അത് ഇന്ത്യയിൽ മാത്രമായിരിക്കില്ല. അത് നമ്മുടെ വളർത്തുദോഷമൊന്നും കേട്ടോ. വളർത്തുദോഷമല്ല, പോണഡിക്ഷൻ അല്ല, പേട്രിയാർക്കി അല്ല, ഒന്നല്ല. നടിമാരിടുന്ന ഫോട്ടോസ് ആണ് എല്ലാത്തിനേക്കാൾ. എന്താ ചെയ്യാം? സ്വന്തം ഫോട്ടോ സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ടോവിനോ തോമസ് ഷർട്ട് ഇടാതെ ഷെഡ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ട ഫയർ ഇടുന്ന അതേ മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ ഫോട്ടോസിന് ഇടയിൽ വന്നിട്ട് തെറി വിളിക്കുന്നത്. ഇവരുടെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഫെമിനിസം, ഇതൊക്കെയാണ് ഫെമിനിറ്റി, അവൾ ഫെമിനിറ്റി ആണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരണ്ട ബ്രോ. FEMI എന്നുള്ള 4 അക്ഷരം ഉള്ളതുകൊണ്ട് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് വിമൻ. അത് സ്ത്രീകളെ പറ്റി മാത്രമുള്ള കാര്യമല്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുന്നതല്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൃഗങ്ങളെക്കാളും നമുക്ക് കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് നമ്മളെല്ലാം ജീവികളെയും, അതായത് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഒരുപോലെ ആണെന്ന് പറയണല്ല. അതിപ്പോ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറോട് ചോദിച്ചോക്ക്, ഡോക്ടർ പറയും അല്ല, ബിക്കോസ് ആണിന് കൂടുതൽ മസിൽ മാസ് കൂടുതലാണ്, ഫാറ്റ് കുറവാണ്, അങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. അപ്പൊ തുല്യരാണെന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ല ഫെമിനിസം. പിന്നെ തള്ളാണെങ്കിൽ ഫെമിനിസം ഫൈനൽ എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കണ്ടന്റ് ചാവരല്ലേ. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ആണിനെയും പെണ്ണിനെയും തുല്യരായി കാണണം, തുല്യ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് സ്വന്തം ജീവിതത്തിൽ ചോയ്സ് എടുക്കാനുള്ള ഫ്രീഡം ഇത്രയും കാലങ്ങളായിട്ട് ആണുങ്ങൾക്ക് ഉണ്ടായിരുന്നു, അത് പെണ്ണുങ്ങൾക്കും കൂടെ വേണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ആണുങ്ങളോടും 25 വയസ്സായി നീ സെറ്റിൽ ആവണം, നീ കരയാൻ പാടില്ല എന്നൊക്കെ പറയുന്നതും ഫെമിനിസ്റ്റിനെതിരാണ്. പിന്നെ ലോജിക്കായിട്ടുള്ള വർത്താനങ്ങൾ കേൾക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ഉള്ള മെയിൻ സാധനമാണ് ഈ തൊഴിലാണ് നടക്കണേ, ടോവിനോ തോമസിന്റെ പോലെ ഷർട്ട് ഇടാൻ നടക്കും. അതാണ് ഇപ്പൊ പറഞ്ഞത്. കുറച്ച് ബുദ്ധി വിവരവും വേണം. അത് നമുക്ക് ഈ വയസ്സാം കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. ശരിയാ, എന്താ ചെയ്യാ? അതൊക്കെ വളർന്നു വരുമ്പോ കിട്ടുന്ന സാധനങ്ങളായിരുന്നു. ബുദ്ധി, വിവരം, വിശാല മനസ്കത എന്നൊക്കെ പറയുന്നത് മനുഷ്യനായി കാണാനുള്ള മനസ്സൊക്കെ വളർന്നു വരുമ്പോ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തള്ളമാർക്കുള്ളതല്ല, വളർന്നു വരുന്ന കുട്ടികൾക്കുള്ളതാണ്. ഇപ്പൊ ചില ആന്റിമാര് വന്നിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കും, വളർന്നു വരുന്ന മക്കളോട് നീ തുണി വെച്ച് നടക്കാൻ വേണ്ടി പറയണേ അല്ല. വളർന്നു വരുന്ന മക്കളോട് പറയുന്നത് ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് അയാളുടെ തുണിയിലോ അയാളുടെ വസ്ത്രത്തിലോ അയാൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലോ ഒന്നും ഉള്ളതല്ല. ഒരാളുടെ സ്വഭാവം അയാൾ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു, അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചുള്ളതാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവും. തള്ളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, ബാക്കിയുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. നമ്മൾ ഷെഫീന തള്ളനെ പറ്റി അധികം പറഞ്ഞ് ആൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ പാടില്ല. ആളങ്ങ് പൊന്തിപ്പോവും. സോ ജസ്റ്റ് ലൈക്ക് എവറിത്തിങ് അവോയ്ഡ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. ഐഷിതൊക്കെ എത്ര പറയാനുള്ളൂ. ബൈ.